സുഹൃത്തുക്കളെ, ചൈന പാകിസ്ഥാനെ കൈവിട്ടോ? പാകിസ്ഥാന് J-35 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ 2032 വരെ ലഭിക്കില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനി ഇന്ത്യയുടെ വിജയമാണോ? പാകിസ്ഥാൻ വ്യോമസേനയെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചൈനയുടെ ഏറ്റവും പുതിയ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായിട്ടുള്ള ഷെൻയാങ് J-35 വിതരണം 2032 ശേഷത്തേക്ക് നീട്ടിവെച്ചതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒരു വശത്ത് തങ്ങളുടെ ഇരുമ്പ് സഹോദരന്, അങ്ങനെയാണല്ലോ, അയൺ ബ്രദേഴ്സ് എന്നാണല്ലോ തമ്മി വിളിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് സഹോദരന് 50% വിലക്കിഴിവിൽ വിമാനം നൽകാമെന്ന് പറഞ്ഞിരുന്ന ചൈന ഇപ്പോൾ എന്തുകൊണ്ടാണ് പിന്നോട്ട് പോകുന്നത്? ഇന്ത്യയുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നയതന്ത്ര ബന്ധങ്ങളാണോ, അതോ ചൈനയുടെ തന്ത്രപരമായ ജാഗ്രതയാണോ ഇതിന് കാരണം? ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഭൗമരാഷ്ട്രീയ നീക്കങ്ങളെ നമ്മളൊന്ന് കീറി മുറിച്ച് പരിശോധിക്കാൻ പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ കാലതാമസത്തിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാനായിട്ട് നമ്മൾ 2025 മെയ് മാസത്തിലേക്കൊന്ന് പോകണം. പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങളിൽ നടത്തിയ മിന്നലാക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ റഫേൽ സുഖോയ് വിമാനങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ പഴയ F-16 JF-17 വിമാനങ്ങൾ ദുർബലമാണെന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ ഉടൻ തന്നെ ചൈനയെ സമീപിക്കുകയും 40 J-35A സ്റ്റെൽത്ത് വിമാനങ്ങൾ വാങ്ങാൻ ധാരണയാവുകയും ചെയ്തു. 2025 അവസാനമോ 2026 പകുതിയോടെയോ ഈ വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞിട്ടുണ്ട്. പെട്ടെന്നാണ് ബീജിങ്ങിൽ നിന്നുള്ള കാറ്റ് ഗതി മാറിയത്. J-35 വിമാനങ്ങൾ 2032 വരെ പാകിസ്ഥാന് നൽകാൻ കഴിയില്ല എന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് പിന്നിൽ പ്രധാനമായിട്ടും 4 സ്ട്രാറ്റജിക് കാരണങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് ആഭ്യന്തര ആവശ്യങ്ങളുടെ മുൻഗണന. അതായത് J-35 വിമാനങ്ങൾ ചൈനീസ് വ്യോമസേനയായ PLA എയർഫോഴ്സിൽ തന്നെ പൂർണ്ണമായിട്ടും സജ്ജമായിട്ടില്ല. സ്വന്തം നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ആവശ്യമായ വിമാനങ്ങൾ നിർമ്മിച്ചതിന് ശേഷം മാത്രമേ ചൈന കയറ്റുമതിയെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ചില സാങ്കേതിക അപൂർണതകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിമാനങ്ങളുടെ തദ്ദേശീയ എഞ്ചിനുകൾ ഇപ്പോഴും പരീക്ഷണ ഘട്ടങ്ങളിലാണ്. ലോ റേറ്റ് പ്രൊഡക്ഷൻ നേരിടുന്ന ഈ വിമാനങ്ങൾ മറ്റൊരു രാജ്യത്തിന് നൽകി പരീക്ഷണ വസ്തുവാക്കാനായിട്ട് ഒരുപക്ഷെ ചൈന തയ്യാറായേക്കില്ല. മൂന്നാമതായിട്ട് സാങ്കേതിക വിദ്യാ ചോർച്ചയെക്കുറിച്ചുള്ള ഭയം. ഇതായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ കാരണം. പാകിസ്ഥാൻ വ്യോമസേന പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അമേരിക്കൻ നിർമ്മിത F-16 വിമാനങ്ങളാണ്. ഇവിടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് അമേരിക്കൻ വിദഗ്ധർക്ക് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ പ്രവേശനവുമുണ്ട്. അപ്പോൾ അമേരിക്ക ഇവർക്കെങ്ങാനും കുറച്ച് പൈസ കയ്യിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ വിലപ്പെട്ട സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ അമേരിക്കയുടെ കൈകളിൽ എത്തുമോ എന്ന് ബീജിംഗ് ഭയക്കുന്നുണ്ടാവാം. നാലാമതായിട്ട് മാറുന്ന ഇന്ത്യ ചൈന ബന്ധങ്ങൾ. ഇന്ത്യയുമായിട്ട് നേരിട്ട് ഒരു ആയുധ മത്സരത്തിന് ചൈന ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. സാമ്പത്തിക മേഖലയിലടക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമാക്കാനായിട്ട് ഒരുപക്ഷെ ബീജിംഗ് തയ്യാറായേക്കില്ല. ചില അന്താരാഷ്ട്ര പ്രതിരോധ വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ ഉടനടി J-35 വിമാനങ്ങൾ ലഭിക്കും എന്നുള്ളത് ഒരു ചൈനീസ് സൈ-ഓപ്പ്, അതായത് സൈക്കോളജിക്കൽ ഓപ്പറേഷൻ മാത്രമായിരുന്നു. എന്താണ് ചൈന ഇതിലൂടെ ലക്ഷ്യമിട്ടത്? ഇന്ത്യ നിലവിൽ സ്വന്തമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയാണ് ആംക. 2027 ആദ്യ പ്രോട്ടോടൈപ്പും 2032 പൂർണ്ണ സർട്ടിഫിക്കേഷനും ലക്ഷ്യമിടുന്ന ഈ പദ്ധതി വിജയിച്ചാൽ ഇന്ത്യ വ്യോമയാന മേഖലയിൽ വലിയ സ്വയം പര്യാപ്തത നേടും. പാകിസ്ഥാന് ഉടൻ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ലഭിക്കുമെന്ന് വരുത്തി തീർത്ത് ഇന്ത്യയെ ഭയപ്പെടുത്തുക എന്നതായിരുന്നു ചൈനയുടെ തന്ത്രം. ഭയന്നു പോകുന്ന ഇന്ത്യ സ്വന്തം ആംക പ്രൊജക്റ്റ് ഉപേക്ഷിച്ച് അതിവേഗം അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ വിമാനങ്ങൾ, ഉദാഹരണത്തിന് F-35 അല്ലെങ്കിൽ സുഖോയ് 57 വലിയ വില കൊടുത്ത് വാങ്ങാൻ നിർബന്ധിതരാകുമെന്ന് ചൈന കരുതി. എന്നാൽ ഇന്ത്യ ഈ കെണിയിൽ വീണില്ല. ചൈനയുടെ ഈ നീക്കത്തെ ഇന്ത്യ നേരിടുന്നത് വളരെ തന്ത്രപരമായിട്ടാണ്. പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ച ചൈനയ്ക്ക് അവരുടെ സ്വന്തം തട്ടകമായ ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യ മറുപടി നൽകി. ഇന്ത്യൻ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ഭീഷണിയാകുന്ന ചൈനീസ് നീക്കങ്ങൾക്ക് ബദലായിട്ട് ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളുടെ കയറ്റുമതി ഊർജിതമാക്കി. ഫിലിപ്പീൻസിന് മിസൈൽ ബാറ്ററികൾ നൽകിയതിന് പുറമെ 2025 വിയറ്റ്നാമുമായിട്ടും ഇന്ത്യ സുപ്രധാനമായ കരാറിലെത്തി. ഇപ്പോഴിതാ ഇന്തോനേഷ്യയുമായിട്ടും കരാറിലെത്താൻ പോകുന്നു.
ചൈനയുടെ നാവികസേനയ്ക്ക് വലിയ ഭീഷണിയാണ് ഈ രാജ്യങ്ങളിലെ ബ്രഹ്മോസ് സാന്നിധ്യം. ഇതോടെ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥ ഇന്ത്യ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി. ഈ ശക്തമായ നയതന്ത്ര പ്രത്യാക്രമണവും ചൈനയെ പാകിസ്ഥാൻ കരാറിൽ നിന്നും പിന്നോട്ട് വലിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. 2032 വരെയുള്ള ഈ കാത്തിരിപ്പ് അവരെ സംബന്ധിച്ച് വളരെ വലുതാണ്. ഈ സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാം എന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ നമ്മൾ 5ാം തലമുറ വിമാനത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ 2032 ആംക സർട്ടിഫിക്കേഷൻ നേടും. ഇതിനായിട്ട് വലിയ നിക്ഷേപവും നമ്മൾ നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ ആകട്ടെ J-35 വിമാനങ്ങൾക്കായിട്ട് ചൈനയുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ഇടക്കാല പരിഹാരത്തെക്കുറിച്ച് നോക്കിയാലോ? ഇന്ത്യ 114 വിമാനങ്ങൾക്കായിട്ടുള്ള MRFA പ്രൊജക്റ്റിലൂടെ പുതിയ വിമാനങ്ങൾ സ്വന്തമാക്കും. റഷ്യയുടെ സുഖോയി 57 പരിഗണനയിലുണ്ട്. അതേസമയം പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാനായിട്ട് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തടസ്സമാകും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മേഖലയിലെ സന്തുലിതാവസ്ഥ. വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള പ്രതിരോധ സഹകരണം ഇന്ത്യ ശക്തമാക്കും. വ്യോമ പ്രതിരോധത്തിൽ ഇന്ത്യയെക്കാളും ഒരുപടി താഴെയായിട്ട് പാകിസ്ഥാൻ തുടരും. 2032 ശേഷം പാകിസ്ഥാന് J-35 ലഭിച്ചാൽ തന്നെ അപ്പോഴേക്കും ഇന്ത്യൻ വ്യോമസേന ശക്തമായ ആംക വിമാനങ്ങൾ, നൂതനമായ ഡ്രോൺ സംവിധാനങ്ങൾ, കൂടുതൽ S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് തങ്ങളുടെ വ്യോമ അതിർത്തി പൂർണ്ണമായിട്ടും സുരക്ഷിതമാക്കിയിട്ടുണ്ടാവും. ചുരുക്കത്തിൽ പാകിസ്ഥാനുള്ള ചൈനീസ് J-35 വിമാനങ്ങളുടെ കാലതാമസം കേവലം ഒരു വ്യാവസായിക പ്രശ്നമല്ല, മറിച്ച് മാറുന്ന ഇന്ത്യ ചൈന ബന്ധങ്ങളുടെയും ദക്ഷിണേഷ്യയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയുടെയും വ്യക്തമായ പ്രതിഫലനമാണ്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഏത് നീക്കവും തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് ബീജിംഗ് തിരിച്ചറിയുന്നു. സ്വന്തം സാങ്കേതികവിദ്യ സുരക്ഷിതമായി സൂക്ഷിക്കാനും ഇന്ത്യയുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ആയുധ മത്സരം ഒഴിവാക്കാനുമുള്ള ചൈനയുടെ തന്ത്രപരമായ ജാഗ്രതയാണ് ഈ കാലതാമസത്തിൻ്റെ പിന്നിൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശ ആയുധങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം പ്രതിരോധ ഉൽപ്പാദനം ശക്തമാക്കാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഇത്. എന്നാൽ ഈ ആശ്വാസം എത്ര കാലം നീണ്ടു നിൽക്കും? ഈ നാണയത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. പാകിസ്ഥാന് ലഭിക്കുന്ന ഈ 2032 വരെയുള്ള കാത്തിരിപ്പ് യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണോ? ഇന്ത്യയുടെ സ്വന്തം സ്റ്റെൽത്ത് വിമാന പദ്ധതിയായ ആംക നേരിടുന്ന വെല്ലുവിളികൾ വരും വർഷങ്ങളിൽ പാകിസ്ഥാന് ആകാശത്തൊരു മേൽക്കൈ നൽകുമോ? ഇന്ത്യ ഭയക്കേണ്ട സ്റ്റെൽത്ത് ഗ്യാപ്പിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിശകലനമായിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കാത്തിരിക്കുക. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി ജയ്.